ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, അതുപോലെ സവാള. നമുക്ക് ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സൈസിൽ, അധികം വലുതായി പോവേണ്ട, എന്നാൽ അപ്പോൾ നമ്മുടെ കറി വെന്ത് കിട്ടാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സവാളയൊന്നും വഴറ്റാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, ആ ഒരു എണ്ണയിൽ തന്നെ വേണം വേവാൻ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡും കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിലേക്ക് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്കൊന്ന് ഇവിടെ അടുപ്പൊക്കെ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർക്കാം, അതല്ലെങ്കിൽ കുരുമുളക് പൊടി ഒഴിവാക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ.